ശിവപ്രസാദ് ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ വിളക്ക് കത്തിക്കുന്ന നമ്മൾ നിലവിളക്കിനോടൊപ്പം തന്നെ നമ്മൾ അടുത്ത് വെള്ളം വെക്കാറുണ്ട്. അതായത് കിണ്ടിയിൽ വെള്ളം വയ്ക്കാറുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പുറത്ത് കൊണ്ടുപോയി വലിച്ച് എറിഞ്ഞ്, അതായത് ആവശ്യമില്ലാതെ കൊണ്ട് കളയാൻ പാടില്ല. അതായത് പുറത്ത് തുളസിത്തറ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒഴിക്കാം. അല്ലാതെ നമ്മൾ തെക്ക് ഭാഗത്തൊക്കെ കൊണ്ടുപോയി നമുക്ക് അലക്ഷ്യമായിട്ട്, അതായത് അതിന് മീതി ആളുകൾ ചവിട്ടി മറികടക്കാനും ഒന്നും പാടില്ല. നമ്മളതൊരു നിഷ്ഠയായിട്ടല്ലേ ചെയ്യുന്നത്. വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വിളക്ക് എപ്പോഴും തേച്ച് നല്ല വൃത്തിയാക്കി വെച്ചതിന് ശേഷം വേണം വിളക്ക് കത്തിക്കാൻ. അതുപോലെ തന്നെ ഈ വെള്ളം നമ്മൾ ഒരിക്കലും അങ്ങനെ അലക്ഷ്യമായിട്ട് അവിടെ എവിടെയും വലിച്ചെറിയാൻ പാടില്ല. അതിന് പകരം അതൊന്നുകിൽ നമുക്ക് തുളസിത്തറയുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. അത് ആരും മാറി കിടക്കുന്നില്ലല്ലോ, തുളസിത്തറയാണല്ലോ. അതുപോലെ തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ആ ജലം നമുക്ക് വീട്ടിൽ തളിക്കുകയും ബാക്കിയുള്ളത് നമുക്ക് വീട്ടിലുള്ള അംഗങ്ങൾക്ക് സേവിക്കാവുന്നതാണ്. അത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസി ഇല ആ വെള്ളത്തിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ മറ്റ് തരത്തിലുള്ള പുഷ്പങ്ങളൊന്നും നമ്മൾ അതിലിട്ടിട്ട് ആ വെള്ളം കുടിക്കാൻ പാടില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസി തീർത്തു, അപ്പം നമുക്കത് കുഴപ്പമില്ല. അതല്ലാതെ ഉള്ള പൂക്കളിലൊക്കെ ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ തന്നെ നമ്മുടെ ശിവനരുളിയുടെ പൂവ് കഴിച്ചിട്ടൊരു പെൺകുട്ടി മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ചില പൂക്കളിലൊക്കെ അങ്ങനെ ചില വിഷാംശവും ചില പൂക്കൾ ചിലർക്ക് അലർജിയായിട്ടും ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പൂക്കളിട്ട വെള്ളം നമ്മൾ കുടിക്കുക. നമ്മളങ്ങനെ കുടിക്കാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പൂക്കൾ അതിലൊരിക്കലും ആഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അവിടെ കൊണ്ടുവന്ന് ഒഴിച്ച് അത് നമ്മൾ നോൺ വെജ് ഐറ്റംസിനോട് അതിലൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് അല്ലാതെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് മറ്റ് കറി ഐറ്റംസിലോ ഒന്നും ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിൽ ആ വെള്ളം തന്നെ ഒന്നുകൊണ്ട് തിളപ്പിച്ച് കുടിക്കുന്നതിനോണ്ടും ഒരു കുഴപ്പവും ഉണ്ടാവുന്നില്ല. പക്ഷേ നമ്മൾ ഇതുപോലെ തെക്ക് ഭാഗത്തും അതല്ലെങ്കിൽ നമ്മൾ ചിലരുണ്ട് സിങ്കിൽ തന്നെ ഒഴിച്ച് അത് കളയാറുണ്ട്. ആ സിങ്കിലെ വെള്ളമെല്ലാം ചെന്ന് വീഴുന്നത് വേസ്റ്റ് കുഴിയിലായിരിക്കും. അപ്പോൾ അതോടൊപ്പം ആ വെള്ളം അത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാന് വേണ്ടി അത് അർപ്പിക്കുന്നതല്ലേ. അപ്പോഴത് ഭഗവാൻ സേവിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു തീർത്ഥമാണ്. അതായത് പുണ്യവെള്ളം പോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയതല്ലേ, അത് തന്നെയാണ് ഇതും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ വലിച്ചെറിയരുത്. സിങ്കിലൊഴിച്ച് കളയൽ നമ്മൾക്ക് ഭയങ്കര ദോഷങ്ങളൊക്കെ വരുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ പകരം നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നന്മകളും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും വിളക്ക് നന്നായിട്ട് തേച്ച് വിളക്ക് കത്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.